വയനാട് ദുരന്തത്തിൽ കാണാതായവരെ മരണപ്പെട്ടതായി കണക്കാക്കുന്ന നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ജനുവരിയിൽ തന്നെ ലഭ്യമാക്കുമെന്നും മന്ത്രി. പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാതെ വൈകുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് കണക്കിലെടുത്താണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നത്. കാണാതായവരെ മരണപ്പെട്ടവരായി പ്രഖ്യാപിച്ച് അതിന്റെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ സുമോമോട്ടോ മരണം ഈ രേഖയുടെ കൂടി അടിസ്ഥാനത്തിൽ മരണം രേഖപ്പെടുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇത് വളരെ വേഗത്തിലുള്ള ഒരു പ്രക്രിയയായി ഗവൺമെന്റ് ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചു. കാണാതായവരെ അവരുടെ വിശദാംശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് മരണപ്പെട്ടവരുടെ തുടർച്ചാവകാശികൾക്ക് നെക്സ്റ്റ് കിന്നിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ജനുവരി മാസത്തോടെ ജിയോയിൽ പറയുന്ന പ്രക്രിയ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ കഴിയും. രണ്ടാമത്തത് പെർമനന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഔപചാരികമായി കാണാതായതിന്റെ വിവരം നോട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസക്കാലം വിവിധ പ്രസിദ്ധീകരണങ്ങൾ നടത്തി അത് സ്ഥിരീകരിച്ച് സബ് കളക്ടർ നൽകുന്ന മുറയ്ക്ക് പഞ്ചായത്തിന് പെർമനന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അനുവാദവും കൊടുക്കും. ഈ ഗവൺമെന്റ് ഉത്തരവ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സാധാരണ നിലയിൽ ഒരാളെ കാണാതായാൽ 7 വർഷത്തിന് ശേഷമാണ് മരിച്ചതായി കണക്കാക്കുക. അതിൽ മാറ്റം വരുത്തിയാണിപ്പോൾ കാണാതായവരെ മരിച്ചതായി കണക്കാക്കുന്ന നടപടികൾ സർക്കാർ നടപ്പാക്കുന്നത്. നിലവിൽ കാണാതായവരുടെ എണ്ണം 32 ആണ്. ഇത് സംബന്ധിച്ച പട്ടിക ഈ മാസം തന്നെ തയ്യാറാക്കും. ഇതിലെ നടപടിക്രമങ്ങൾ ഈ മാസം തന്നെ പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ മരണ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മേപ്പാടി ചൂരൽമല ദുരന്തത്തിൽ കാണാതായവരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു DNA ലിസ്റ്റ് കൂടി വന്നതോടുകൂടി 32ആയി ആ എണ്ണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ജനുവരി മാസത്തോടെ ആദ്യഘട്ടത്തിലെ പ്രക്രിയ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ. TCV തൃശൂർ.